കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ വേളയിൽ അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെട്ട പണം വിതരണ വിവാദം കേവലം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബി.ജെ.പി. പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന കോൺഗ്രസിന്റെ ആരോപണം പാലക്കാട്ടെ തെരുവുകളെയും സോഷ്യൽ മീഡിയയും ഒരുപോലെ ചൂടുപിടിപ്പിച്ചിരിക്കുന്നു. കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശി എന്ന ഗ്രാമത്തിൽ നിന്നാണ് വിവാദങ്ങളുടെ തുടക്കം. ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ തന്റെ അനുയായികൾക്കൊപ്പം മേഖലയിലെ ഒരു മരണവീട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു. പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മരണവീടിലെ സന്ദർശനത്തിന് ശേഷം തൊട്ടടുത്ത വീട്ടിലെ ദേവു എന്ന വയോധികയുമായി സ്ഥാനാർത്ഥിയും പ്രവർത്തകരും സംസാരിക്കുന്നതിനിടയിലാണ് വിവാദപരമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ശോഭ സുരേന്ദ്രൻ തന്റെ കാറിലിരിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന ബി.ജെ.പി. പ്രവർത്തക വയോധികയ്ക്ക് പണം നൽകിയെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. ഈ ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ മൊബൈൽ ഫോണിൽ പകർത്തി. ഇത് ശ്രദ്ധിക്കപ്പെട്ട ശോഭ സുരേന്ദ്രൻ പ്രകോപിതയാവുകയും ദൃശ്യങ്ങൾ പകർത്തിയവരോട് തട്ടിക്കയറുകയും ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത് വിവാദത്തിന്റെ ആക്കം കൂട്ടി. ഒരു സ്ഥാനാർത്ഥി ഇത്തരത്തിൽ ശോഭിതയാകുന്നത് എന്തോ മറയ്ക്കാനുള്ള ശ്രമമാണെന്ന വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. പണം വിതരണം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് ഔദ്യോഗികമായി പരാതി നൽകി. സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെട്ടു. പാലക്കാട് ജില്ലാ കളക്ടറോട് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ നിരീക്ഷിക്കുന്ന ഫ്ലെയിം സ്ക്വാഡ് ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തി വയോധികയുടെ വീട്ടിൽ പരിശോധന നടത്തുകയും അവരുടെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിൽ ഇത്തരം ആരോപണങ്ങൾ വരുന്നത് വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതിനാൽ കമ്മീഷൻ അതീവ ജാഗ്രതയിലാണ്. ഈ വിവാദത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായത് പണം കൈപ്പറ്റിയെന്ന് പറയപ്പെടുന്ന ദേവു എന്ന വയോധികയുടെ മൊഴി പുറത്തു വന്നപ്പോഴാണ്. തന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 10 രൂപയുടെ മറ്റു നോട്ടുകൾ അടങ്ങിയ പെൻഷൻ തുകയായിരുന്നുവെന്നും ബി.ജെ.പി. പ്രവർത്തകർ തനിക്ക് പണം നൽകിയിട്ടില്ലെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ശോഭ സുരേന്ദ്രൻ തന്നെ കാണാൻ വന്നതാണെന്നും ആരും പണം തന്നിട്ടില്ലെന്നുമാണ് അവരുടെ പുതിയ വെളിപ്പെടുത്തൽ. എന്നാൽ ഈ മൊഴി മാറ്റത്തിന് പിന്നിൽ ബി.ജെ.പിയുടെ സമ്മർദ്ദമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. വയോധിക ആദ്യം പണം കിട്ടിയ കാര്യം സമ്മതിച്ചിരുന്നുവെന്നും പിന്നീട് ബി.ജെ.പി. നേതാക്കൾ ഇടപെട്ട് അവരെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചുമാണ് മൊഴി മാറ്റിച്ചതെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. ദൃശ്യങ്ങളിൽ വ്യക്തമായി പണം നൽകുന്നത് കാണാമെന്നിരിക്കെ വയോധികയുടെ മൊഴി വിശ്വസനീയമല്ലെന്നാണ് യു.ഡി.എഫിന്റെ പക്ഷം. പാലക്കാട്ടെ ഈ സംഭവത്തോടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പോര് കടുത്തു. വോട്ടെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥിയെയും പാർട്ടിയെയും അവഹേളിക്കാൻ കോൺഗ്രസ് കെട്ടിച്ചമച്ച കഥയാണിതെന്നാണ് ബി.ജെ.പി. പറയുന്നത്. വ്യക്തിപരമായ സന്ദർശങ്ങളെയും കാരുണ്യ പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും വയോധികയുടെ വെളിപ്പെടുത്തൽ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്നതാണെന്നും ബി.ജെ.പി. നേതൃത്വം അവകാശപ്പെടുന്നു. ബി.ജെ.പി. പണം നൽകി വോട്ട് വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പരാജയഭീതി പൂണ്ട ബി.ജെ.പി. അവിഹിത മാർഗങ്ങളിലൂടെ ജയിക്കാൻ ശ്രമിക്കുകയാണെന്നും സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ പണമിടപാട് ഗൗരവകരമായ കുറ്റമാണെന്നും അവർ തുറന്നു പറഞ്ഞു. ബി.ജെ.പിയും കോൺഗ്രസും ഒരുപോലെ അവിഹിത മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും പാലക്കാട്ടെ വോട്ടർമാർ ഇത്തരം പ്രലോഭനങ്ങളിൽ വീടില്ലെന്നും എൽ.ഡി.എഫും പ്രതികരിച്ചു. അന്വേഷണം സുതാര്യമായി നടക്കണമെന്നാണ് അവരുടെ ആവശ്യം. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ശോഭ സുരേന്ദ്രനും നിർണായകമാണ്. വീഡിയോ ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ച ശേഷം വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം നൽകിയെന്ന് തെളിഞ്ഞാൽ അത് വലിയ നിയമക്കുരുക്കുകൾക്ക് വഴി തെളിക്കും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് കേസെടുക്കാൻ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകും. കുറ്റം തെളിയിക്കപ്പെട്ടാൽ സ്ഥാനാർത്ഥിത്തെയും ഭാവിയിലെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ഇത് ബാധിച്ചേക്കാം. വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് IPC പ്രകാരം ക്രിമിനൽ കേസ് എടുക്കാൻ സാധ്യതയുണ്ട്. ശോഭ സുരേന്ദ്രൻ ദൃശ്യങ്ങൾ പകർത്തിയവരോട് ശോഭിക്കുന്ന വീഡിയോ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റം സംശയാസ്പദമാണോ എന്ന് കമ്മീഷൻ വിലയിരുത്തും. രാഹുൽ മാങ്കൂട്ടത്തിൽ, C. കൃഷ്ണകുമാർ, P. സരിൻ എന്നിവർ മാറ്റുരയ്ക്കുന്ന പാലക്കാട് ഇത്തവണ പ്രവചനാതീതമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഓരോ ചെറിയ വിവാദവും വോട്ടർമാരെ ബാധിക്കും. പണം നൽകി വോട്ട് പിടിക്കുന്നുവെന്ന ആരോപണം ബി.ജെ.പിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൻഷൻ തുകയാണെന്ന വയോധികയുടെ വിശദീകരണം എത്രത്തോളം ജനങ്ങൾ വിശ്വസിക്കുമെന്നത് കണ്ടറിയണം. മറുവശത്ത് കോൺഗ്രസ് ഈ വിഷയം പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ മാറ്റങ്ങളും ഉണ്ടാക്കിയേക്കാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ അരങ്ങേറിയ പണം നാടകം ജനാധിപത്യ പ്രക്രിയയിലെ ശുഭകരമായ കാഴ്ചയല്ല. പണം നൽകിയോ ഭീഷണിപ്പെടുത്തിയോ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണ്. വയോധികയുടെ മൊഴിയും കോൺഗ്രസിന്റെ ദൃശ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം നീക്കാൻ നിഷ്പക്ഷമായ അന്വേഷണവും അനിവാര്യമാണ്. നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാർ ഇത്തരം വിവാദങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മണ്ഡലത്തിന്റെ ഭാവി.